ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ ഗുരുതര നിരീക്ഷണവുമായി തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി. പ്രതികൾക്കുണ്ടായിരുന്നത് ഉദ്യോഗസ്ഥരെ കൊല്ലണമെന്ന ഉദ്ദേശം. നടന്നത് രാജ്യത്തെതിരായ കുറ്റകൃത്യം, ആസൂത്രിതാക്രമണം എന്നതിന് പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ടെന്നും പ്രതികളുടെ ജാമ്യം തള്ളിയ ഉത്തരവിൽ കോടതി വ്യക്തമാക്കുന്നു. ആഷിഖ് റഹ്മാൻ നൽകുന്ന വിവരങ്ങൾ. ആഷിഖ്, രൂക്ഷ വിമർശനമാണ്. പ്രതികൾക്ക് ജാമ്യം നൽകിയ അത് പ്രോത്സാഹനമാകുമോ എന്നതടക്കമുള്ള നിരീക്ഷണങ്ങൾ. എന്താണ് വിശദാംശം? അരുണ്യ, കോടതിയുടെ ഓരോ നിരീക്ഷണങ്ങളും വലിയ പരാമർശങ്ങളാണ് ഈ പ്രതികൾക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. നമുക്കറിയാവുന്ന പോലെ ബുധനാഴ്ചയായിരുന്നു ഈ ഇ.ഡി. ഉദ്യോഗസ്ഥർ മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. തുടർന്ന് തിരുവനന്തപുരത്ത് വൻ സംഘർഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഏറ്റവും പ്രധാനം പുറത്തേക്കിറങ്ങിയ ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ വാഹനം തകർക്കുകയും ഉദ്യോഗസ്ഥരെ അടക്കം ആക്രമിക്കാൻ ശ്രമിച്ചതെല്ലാം നമ്മൾ കണ്ടതാണ്. ഈ കേസിൽ അന്ന് പിടിയിലായ 5 പേരാണ് ഇന്ന് ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. പക്ഷേ കോടതി ഈ ജാമ്യാപേക്ഷ തള്ളിയെന്ന് മാത്രമല്ല, അതിഗുരുത പരാമർശങ്ങളാണ് ഇതിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനം, ഈ പ്രതികൾക്ക് ഈ ഇ.ഡി. ഉദ്യോഗസ്ഥരെ കൊല്ലണമെന്ന ഉദ്ദേശം തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അങ്ങനെ ഒരു പരാമർശം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. കൃത്യമായി ഒരു പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനമല്ല, മറിച്ച് കൃത്യമായി ഈ ഇ.ഡി. ഉദ്യോഗസ്ഥരെ വധിക്കണമെന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് കോടതി നിരീക്ഷിക്കുന്നു. മാത്രമല്ല, ഈ ഇ.ഡി. ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തെ രാജ്യത്തിനെതിരായ ആക്രമണം എന്നുള്ള നിലയ്ക്കാണ് കോടതി കാണുന്നത്. കാരണം ഇ.ഡി. ഉദ്യോഗസ്ഥർ രാജ്യത്തെ ദേശീയ അന്വേഷണ ഏജൻസിയാണ്. അവർക്കെതിരെയുള്ള ആക്രമണം രാജ്യത്തിനെതിരെയുള്ള ആക്രമണമായി കാണുന്നു. ഇത് ഈ ലോകമാകെ ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടു. ഇത് സമൂഹത്തിന് വലിയ ഞെട്ടലുണ്ടാക്കുന്നതാണ്. കാരണം ഒരു അന്വേഷണ ഏജൻസിയെ പരസ്യമായി രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകർ പൊതുമധ്യത്തിൽ ചോദ്യം ചെയ്യുന്നു, അവരെ ആക്രമിക്കുന്നു. ഇത് പൊതുസമൂഹത്തിന് വലിയ ഞെട്ടലുണ്ടാക്കുന്നു എന്നാണ് കോടതി പറയുന്നത്. മാത്രമല്ല, ഇതൊരു അപൂർവ കേസാണെന്ന് കൂടി കോടതി വിധിക്കുന്നു. സാധാരണഗതിയിൽ ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങളെ അപൂർവമായ കേസൊന്നും കോടതി വിലയിരുത്താറില്ല. പക്ഷേ ഇതിനെ ഒരു അപൂർവ കേസായി കൂടി കോടതി വിലയിരുത്തുന്നു. മാത്രമല്ല, ഈ ഘട്ടത്തിൽ എന്തുകൊണ്ട് ജാമ്യം നൽകിയില്ല എന്നുകൂടി കോടതി പറയുന്നുണ്ട്. ഈ ഘട്ടത്തിൽ ജാമ്യം നൽകിയാൽ അത് പ്രതികൾക്ക് ആക്രമണം തുടരാൻ പ്രോത്സാഹനം നൽകുന്നതാകും എന്നുകൂടി പറയുന്നുണ്ട്. മാത്രമല്ല, ഈ പ്രതികളുടെ ഇരകളായ ഇ.ഡി. ഉദ്യോഗസ്ഥരുടെ സംരക്ഷണം കൂടി ഉറപ്പാക്കേണ്ടതുണ്ട്. അതിനാലാണ് ജാമ്യം നൽകുന്നില്ല എന്ന കാര്യം കൂടി അറിയുന്നുണ്ട്. മാത്രമല്ല, സംവിധാനങ്ങൾക്കെതിരെയുള്ള ആക്രമണം കൂടിയായിട്ട് കോടതി വിലയിരുത്തുന്നുണ്ട്. കാരണം അന്വേഷണ ഏജൻസികൾക്കെതിരെ പരസ്യമായി നടന്ന ആക്രമണത്തെ രാജ്യത്തിനെതിരായി ഈ സംവിധാനങ്ങൾക്കെതിരായുള്ള ആക്രമണമായിട്ട് കോടതി വിലയിരുത്തുന്നുണ്ട്. പെട്ടെന്നുള്ള പ്രകോപനത്തെ തുടർന്നുണ്ടായുള്ള ഒരു ആക്രമണമല്ല, മറിച്ച് കൃത്യമായ പദ്ധതിയിലൂടെയാണ് ഈ ആക്രമണം നടത്തിയെന്ന കാര്യം കൂടി പറയുന്നുണ്ട്. കാരണം ഈ ഇ.ഡി. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച വാടക കാറുകൾ ആക്രമിച്ചടക്കം കൃത്യമായ പദ്ധതി ഉണ്ടായിരുന്നു. ഈ ഉദ്യോഗസ്ഥർ പുറത്തിറങ്ങുന്ന സമയത്ത് ആലോചനയിലൂടെ ഈ ഇഷ്ടികയടക്കം കയ്യിൽ കരുതി, കല്ലടക്കം കയ്യിൽ കരുതി അവർ തയ്യാറായിരുന്നത് ആക്രമിക്കുക എന്ന ഉദ്ദേശം കൂടി തന്നെയാണ് എന്നുള്ള കാര്യമടക്കം കോടതി വിലയിരുത്തുന്നു. ഏറ്റവും പ്രധാനം ഈ രാജ്യത്തിനെതിരെയുള്ള ആക്രമണം എന്ന് വിലയിരുത്തുന്നു. അതുപോലെ തന്നെ വധിക്കാൻ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ഈ പ്രതികൾ ശ്രമിച്ചു എന്ന അടക്കമുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും 5 പ്രതികൾ ഇന്ന് സമർപ്പിച്ച ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് തിരുവനന്തപുരം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇത്തരത്തിലുള്ള ഗുരുതര പരാമർശങ്ങൾ നടത്തിയിട്ടുള്ളത്. 25ഓളം പ്രതികളാണ് നിലവിൽ ഈ കേസിൽ കസ്റ്റഡിയിലായിട്ടുള്ളത്. അവർക്കെതിരെ ഉള്ള നടപടികൾ തുടരുകയാണ്. ഇന്ന് 6ഓളം പേരെ റിമാൻഡ് ചെയ്ത സാഹചര്യം ഉണ്ടായി. എന്തായാലും വളരെ കടുത്ത നടപടിയിലേക്ക് ഒരുപക്ഷെ കോടതി കടന്നേക്കും എന്നുള്ള സൂചന നൽകുന്നു. കാരണം രാജ്യത്തിനെതിരെയുള്ള ആക്രമണം എന്ന് ഒരു കോടതി വിലയിരുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ ശക്തമായ നടപടിയിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ കടുത്ത നടപടിയിലേക്ക് ഒരുപക്ഷെ കോടതി കടന്നേക്കും എന്നുള്ളതിൻ്റെ സൂചനയായിരിക്കും ഈ പരാമർശങ്ങൾ. തിരുവനന്തപുരം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഗൗരവതരമായ നിരീക്ഷണങ്ങൾ ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് നടത്തിയിരിക്കുന്നത്. ആഷിഖ് റഹ്മാനാണ് വിശദാംശങ്ങൾ നൽകിയത്.